ഇവളുടെ ഗജ്വാലൊക്കെ പുരാണേ ഒന്നും രണ്ടും ഒന്നും അല്ല. അങ്ങനെ പിടിച്ചേക്കുന്നേ? എന്നെ പോലെ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ കഴിക്കേ. നല്ല സ്വാദല്ലേ സുബി? എന്താ സിഹി, കഴിക്ക്. എന്താ സിഹിമോളെ, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടായല്ലോ, സൂപ്പർ ഡൂപ്പർ ആയിട്ടുണ്ട്. സിഹിക്ക് നിങ്ങളെ കാണാൻ പറ്റാത്തതിലും കൂടെ കളിക്കാൻ പറ്റാത്തതിലും ഭയങ്കര വിഷമായിരുന്നു. ഇനിയിപ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നൊരു കളി കളിച്ചാലോ? ഓ ശരി. ആ സിഹി, എന്ത് കളിയാ കളിക്കണ്ടേന്ന് പറ. ഡാൻസ് ഡാൻസ് കളിക്കാന്ന് പറ. എടാ, ഇവൾക്ക് ഈ ഗെയിമൊക്കെ എങ്ങനെ അറിയാം? എടാ, അവള് പറയുന്നത് അത് തന്നെയാണോ അതോ എവിടെന്നെങ്കിലും കേട്ടിട്ട് ഗസ് ചെയ്ത് പറയുന്നതാണോ? എനിക്കതാ സംശയം. നമുക്കത് കളിക്കാം. അതെന്ത് കളിയാടാ? അത് നമ്മള് കഴിഞ്ഞ വർഷം ഔട്ടിങ്ങിന് പോയപ്പോ കളിച്ച കളിയാണോ? അതെ മുത്തശ്ശ. ആ, അതെനിക്കറിയാം, ഞാനും ഉണ്ട്, കളിക്കാം. എന്റെ സിഹിമോള് എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനും ഉണ്ട് കളിക്കാൻ. എന്നാ നമുക്ക് 2 ടീമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാനെന്തായാലും സിഹിമോളുടെ ടീമിലാ. അയ്യോടെ മോനെ, ഞാനും സിഹിയുടെ ടീമിലാ. പിന്നെ അല്ല മുത്തശ്ശ. ഓക്കേ. അങ്ങനെയാണെങ്കിൽ ഞാനും അച്ഛനും അമ്മയും മേമ്മയും ഒരു ടീമില്. ഓക്കേ, ഡൺ. I'm 100% sure. ആ കുട്ടി സിഹി അവൻ ഒരു വഴിയുമില്ല. ഓ ഭാർഗു, എനിക്കാണെങ്കിൽ തലപറ ചെറിയാനാ തോന്നുന്നേ. നീ ഇപ്പൊ ഈ കുട്ടി സിഹയില്ലെന്ന് പറയുന്നു, പക്ഷെ രാമനാണെങ്കിൽ ഇവള് സിഹിയാണെന്ന് പറയുന്നു. സിഹയെ പോലെ പെരുമാറുന്നു, സിഹയെ പോലെ സംസാരിക്കുന്നു. എന്ത് കഷ്ടമാ. എനിക്കെന്തോ ഇവള് സിഹി തന്നെയാണെന്നാ തോന്നുന്നേ.
അതെന്തിനാ? എന്തിനാണെന്നോ, നിന്റെ ആക്ടിംഗ് സ്കില്ല് സൂപ്പർ ആയിട്ടുണ്ട്. എത്ര നന്നായിട്ട് ആക്ട് ചെയ്യുന്നേ. എല്ലാം ഞാൻ പറയുന്ന പോലെ തന്നെ പറയുന്നേ. അയ്യോ, ആകെ ക്ഷീണിച്ചു പോയി ഞാൻ. അവര് പറയുന്നത് കേട്ട ശേഷം നീ പറയുന്ന മുഴുവൻ കേട്ടിട്ട് ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കുമ്പോഴേക്കും എനിക്കൊക്കെ ഭ്രാന്ത് പിടിച്ചു വന്നതാ. ഇത് ബുദ്ധിമുട്ടാ, ശരിക്കും ബുദ്ധിമുട്ടാ. ഈ ആക്ടിങ്ങേ ബുദ്ധിമുട്ടാ. പക്ഷെ നീ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആർക്കും നീ ഞാനല്ലാന്നൊരു ഡൗട്ടും വന്നിട്ടില്ല. പക്ഷെ ആ ബഡ്ഡി ബംഗാരമ്മ ആന്റിക്ക് മാത്രം എന്തോ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. അവരെ നീ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിന്റെ ആ ചീഞ്ഞ ഗൊജോലക്കിക്ക് ഞാൻ ഇത്രയും ചെയ്തത് തന്നെ കൂടുതലാ. അത് നിനക്ക് എങ്ങനെ ഇഷ്ടായത്? എനിക്കത് കഴിക്കാനേ പറ്റുന്നില്ല. ഗൊജോലക്ക് ചീഞ്ഞതാണെന്ന് പറയണ്ട, ഞാൻ പറയും. നീ എന്ത് ചെയ്യും? ഹലോ, നിന്നെ വിളിക്കുന്നേ. അങ്ങോട്ട് പോ. സിഹിയെ വിളിക്കുന്നത്. അതെന്താ ഇപ്പോ? സിഹി നീ തന്നെയല്ലേ? മറന്നുപോയോ? അയ്യോ, ശരിയാണല്ലോ. ഇവിടെ ആരും എനിക്ക് ഇരിക്കാൻ പോലും സമയം തരുന്നില്ല. ആ സീതമ്മ, ഈ മുത്തശ്ശൻ എന്തിനാണാവോ പിന്നെയും കൂടി തുടങ്ങിയത്? മുത്തശ്ശ, ഞാൻ എത്തി. എത്തിയോടാ? എങ്ങനെയുണ്ടായിരുന്നു സ്കൂള്? എന്തു വലിയ സ്കൂളാന്നറിയോ കാവേരി ചേച്ചി? മൊത്തം കാണാൻ ഈ കണ്ണ് മതിയാവില്ല. അയ്യോ, നിനക്കവര് പഠിപ്പിച്ചതൊക്കെ മനസ്സിലായോ? മനസ്സിലായി കുറച്ചൊക്കെ. ടീച്ചർമാര് നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സ്കൂള് കഴിയാറായില്ലേ, അതുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. ആണോ? സുബിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. അവക്ക് സ്കൂളിലേക്ക് പോവാൻ എന്ത് ഇഷ്ടമല്ലേ. അവള് കാരണോ ഞാൻ സ്കൂളിലേക്ക് പോകുന്നേ. പാവം, അവള് പോകുന്നേ ഇല്ല. നീ എന്തിനാടാ വിഷമിക്കുന്നേ? അതും ശരിയാ. അല്ല, ജാക്കി ചേട്ടൻ വന്നില്ലേ? ഇല്ല, വന്നില്ല. അപ്പൊ മുത്തശ്ശനോ? മുത്തശ്ശൻ എന്താ? അവര് നന്നായി കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടക്കായിരുന്നു. ഞാനാ എഴുന്നേപ്പിച്ച്. ഇപ്പൊ എങ്ങോട്ടാ പോയെന്നറിയില്ല. ആണോ? സുബി നമ്മുടെ കൂടെ ഇല്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുക പാവം. അയ്യോ ഈശ്വരാ, ഇനി ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ പറ്റും? മുത്തശ്ശനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സുബി അറിഞ്ഞു കഴിഞ്ഞ അവൾക്ക് എത്ര വിഷമാവും. കാവേരി ചേച്ചി, എനിക്ക് സുബിയോട് സംസാരിക്കാൻ തോന്നുന്നുണ്ട്. അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? പക്ഷെ നമ്പറോ? നമ്പർ നമ്മുടെ കയ്യിൽ അവളുടെ നമ്പർ ഇല്ലല്ലോ. രാവിലെ അവൾ അശോക് സാറിന്റെ നമ്പറിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നില്ലേ? അതിലേക്ക് വിളിച്ചു നോക്കാം. ജാക്കിയല്ലേ വിളിച്ചത്? അവനിവിടെ ഇല്ലല്ലോ. ജാക്കി ചേട്ടനും മുത്തശ്ശനും വന്നിട്ട് വിളിച്ചു നോക്കിയാലോ? നമ്മുടെ സിഹിയെ ഞങ്ങൾക്കൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയത്. ഇനി സീതയുടെ അവസ്ഥ എന്താകുമെന്ന ആലോചനയിലായിരുന്നു. പക്ഷേ എങ്ങനെയോ നമ്മുടെ സിഹിയെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ സീതയെ മോൻ രക്ഷിച്ചു. സിഹിയെ എങ്ങനെ കിട്ടിയതെന്നറിയില്ല. ഞങ്ങൾക്ക് അവളെ ചിതയിൽ വെച്ച് കണ്ടത് ഇന്നും മനസ്സിൽ തന്നെയുണ്ട്. പക്ഷേ അവൾ ജീവനോടെ ഉണ്ടെന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അതാണ് സത്യം. ദൈവം വലിയവനാ. നീയും സീതയും സിഹിയും സുഖമായിട്ടിരിക്കണം. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട സർ. സീത എന്ന് സന്തോഷമായിട്ട് ഇതുപോലെ തന്നെ ഞാൻ നോക്കിക്കോളാം. ചക്കരെ, ഞങ്ങൾ പോയിട്ട് വരാം മോളെ. ഞങ്ങള് മാത്രം ഇങ്ങോട്ട് വന്നാ പോരാ, മോളും ഇടയ്ക്ക് അങ്ങോട്ട് വരണം കേട്ടോ. സുബി, എല്ലാത്തിനും എന്നെ നോക്കുന്ന എന്തിനാ? വന്നോളാന്ന് പറ.
മുത്തശ്ശിയുടെ മുത്തശ്ശന്റെ വീട്ടില് നല്ല രസമായിരിക്കും. അവിടുത്തെ വീട്ടിൽ നിനക്ക് ഒരുപാട് ഫ്രണ്ട്സും ഉണ്ടാവും. ഞങ്ങൾ അങ്ങോട്ട് വരാം മുത്തശ്ശി. മകള് നഷ്ടപ്പെട്ട് വേദന സഹിക്കാതെ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയായിരുന്നു. ഭാഗ്യം ഒന്നും സംഭവിച്ചില്ലല്ലോ. ശരി മോളെ, എന്തായാലും വരണേ. ഞങ്ങളെങ്കിൽ ഇറങ്ങട്ടെ. അടുത്ത വട്ടം വരുമ്പോ ഒരാഴ്ച നിൽക്കാനായിട്ട് വരണം, രണ്ടാളും കേട്ടോ. ശരി മോളെ. നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഇടയ്ക്ക് വന്നു പോകുമ്പോഴേ സീതയ്ക്കും സിഹിക്കും സന്തോഷമായിട്ടിരിക്കാൻ പറ്റൂ. അവരുടെ സന്തോഷമല്ലേ ഞങ്ങൾക്ക് വേണ്ടത്. തീർച്ചയായിട്ടും വന്നോളാം. എന്നാ ശരി സൂര്യപ്രകാശ് സാറേ. സുബി, ബായ് മുത്തശ്ശി എന്ന് പറ. ബായ് മുത്തശ്ശി. ബൈ. മുത്തശ്ശിയോടും ബായ് പറ. ബായ് മുത്തശ്ശ. ബായ് മോളെ. ഭാർഗു, ശരിയാ ഭാർഗു. ആ ചെറിയ കുട്ടിയില്ലേ, അവള് സിഹിയല്ല. നിനക്കും അങ്ങനെ തോന്നാൻ തുടങ്ങിയല്ലേ? എനിക്കാണെന്ന് തോന്നിയിട്ട് പിന്നെ അല്ലാന്ന് തോന്നിയതുപോലെ തോന്നി. ആ കൺഫ്യൂഷനിൽ നിന്റെ അടുത്ത് വന്നിട്ട് DRS എടുക്കാന്ന് വിചാരിച്ചപ്പോ നിനക്ക് അതിനേക്കാൾ വലിയ ഡൗട്ട്. നിന്റെ ഡൗട്ട് കാരണം എന്റെ ഡൗട്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയി. നീ ഒരു കാര്യം ഒബ്സർവ് ചെയ്തു വിശ്വ. എന്ത്? ആ കുട്ടി സംസാരിക്കുമ്പോഴൊക്കെ ആരോ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ സംസാരിക്കുന്നേ. ആരോ അവളെ കൺട്രോൾ ചെയ്യുന്ന പോലെയുണ്ട്. നമ്മൾ അവളോട് എന്ത് ചോദിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ആരോ പറഞ്ഞു കൊടുക്കുന്ന പോലെയാ അവള് സംസാരിക്കുന്നത്. ഭാർഗു, എനിക്കെന്തോ രാമുനും അശോകും കൂടെ ചേർന്ന് ചെയ്യുന്ന എന്തോ ആണ്. രാവിലെ റാം നിന്നെ കാണാൻ വന്നപ്പോ നീ അവനോട് ചോദിച്ചതല്ലേ ആ കുട്ടി ആരാണെന്ന്? രാമൻ എന്തോ പറയാൻ വേണ്ടി വന്നതാ. അപ്പോഴേക്ക് അശോകൻ വന്ന് തടഞ്ഞില്ലേ? തടയട്ടെ, മറയ്ക്കാനുള്ളതൊക്കെ മറക്കട്ടെ. പക്ഷെ ആ കൊച്ചിനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ എത്ര സമയം എടുക്കൂന്ന്? നിന്റെ അടുത്ത് ഇത്രയും കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നോ? അത് അച്ഛൻ തന്നതാ, അതും അച്ഛൻ തന്നതാ. പിന്നെ ഇത് ക്രിക്കറ്റ് അങ്കിൾ വാങ്ങി തന്നതാ, ഇത് സത്യ അങ്കിൾ വാങ്ങി തന്നതാ, പിന്നെ ഇതൊക്കെ അച്ഛൻ വാങ്ങി തന്നതാ. ഇത്ര കളിപ്പാട്ടം എന്തിനാ വേണ്ട എന്ന് സീതമ്മ പറഞ്ഞാലും എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞ് അച്ഛൻ വാങ്ങുന്നതാ. ഏയ് കള്ളി, അതിങ്ങോട്ട് എടുക്ക്, ഇവിടെ വെക്ക്. സുബി, കട്ടെടുക്കുന്നത് തെറ്റല്ലേ? എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചിട്ട് എടുക്കണം, മോഷ്ടിക്കരുത്. എനിക്കത് അറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ? ചെറുപ്പം തൊട്ട് മോഷ്ടിച്ച് ശീലമായില്ലേ. എനിക്കിപ്പോ എന്ത് കണ്ടാലും മോഷ്ടിക്കണമെന്ന് തോന്നും. ഇതൊക്കെ നീ എന്തിനാ ഇപ്പൊ മോഷ്ടിക്കുന്നേ? ഇതൊക്കെ നിന്റെ അല്ലേ? എന്താ, ഇതെല്ലാം എന്റെ ആണെന്നോ? എന്റെ എല്ലാം ഇനി മുതൽ നിന്റെയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊക്കെ വെച്ച് കളിച്ചോട്ടെ. കളിച്ച സുബി. എന്ത് രസവാ ഇത് കാണാൻ. സിഹി, സിഹി. സുബി, ബഡ്ഡി ബംഗരമാൻഡി വീണ്ടും എന്തോ പ്ലാൻ ചെയ്തിട്ട് വന്നതാ. അവര് വിളിച്ചാ നീ പോവാൻ പാടില്ല. നിങ്ങളുടെ കയ്യിൽ എന്താ?
ടാങ് ടടേങ്. ഇത് നിനക്ക് കൊണ്ടുവന്നതാ. വാ വാ വാ, നമുക്ക് ഇത് മുകളിൽ കൊണ്ടുപോയിട്ട് കഴിക്കാം. ഇവിടെ ആരും നിന്നെ കഴിക്കാൻ സമ്മതിക്കില്ല. വാ വാ വാ. വാ. സുബി അവിടെ നിക്ക്, പോവരുത്. ഈ പൊട്ടി പോയല്ലോ, ഇവൾക്കൊരു ബോധവും ഇല്ലേ? കാവേരി ചേച്ചി, ഈ മുത്തശ്ശൻ എവിടെ പോയി? അറിയില്ല കുഞ്ഞ. ഡോണ്ട് വറി ബേബി ചിന്നമ്മ, ഇനി ഗ്യാരേജിൽ ജാക്കിയാ സ്റ്റാറമ്മ. ഗ്യാരേജ് കിട്ടിയോ? കൊള്ളാമോ ജാക്കി? അത് നമ്മുടെ ജാക്കി ചേട്ടന്റെ പാട്ട് കേട്ടാ മനസ്സിലാവില്ലേ? സത്യം പറഞ്ഞ ഗ്യാരേജ് കിട്ടിയിട്ടില്ല, ഒന്നും ഉറപ്പിക്കാറായില്ല. എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാ. അവര് തരുന്നാണെന്ന് കരുതി അങ്ങനെ വാങ്ങാൻ പറ്റുമോ? എനിക്ക് ചെറിയ ഗ്യാരേജ് മതി, അത് ലോണിൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാ ഒരു ചെറിയ ഗ്യാരേജ് ഉടനെ റെഡിയാക്കി തരാന്ന് അശോക് സാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര നല്ലവനാ ജാക്കി ചേട്ടാ. അവര് തരുന്നുണ്ടെന്ന് കരുതി അനാവശ്യമായിട്ടെല്ലാം വാങ്ങരുതെന്ന് വിചാരിച്ചല്ലോ. പിന്നല്ലാതെ ഇത്രയും നാളും കഴിക്കാനൊന്നും കിട്ടാത്തതുകൊണ്ടാ മോഷ്ടിക്കാൻ പോയത്. ഇപ്പൊ സുബി കാരണം ഓൾ ഈസ് ഗുഡ് ഹാപ്പനിങ് അല്ലേ? ഇനിയെങ്കിലും ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാലോ. പിന്നെ സ്കൂളൊക്കെ അടിപൊളിയാണ്. ഓ സൂപ്പറാ. എല്ലാം സുബി കാരണമല്ലേ? ആ ജാക്കി ചേട്ടാ, എനിക്കും കാവേരി ചേച്ചിക്കും സുബിയോടൊന്ന് സംസാരിക്കണമായിരുന്നു. നിങ്ങളുടെ കയ്യിൽ അശോക് ചേട്ടന്റെ നമ്പർ ഇല്ലേ? ഒന്ന് വിളിക്കാവോ? ഇപ്പൊ തന്നെ വിളിക്കാലോ, അതിനെന്താ? ജാക്കി, സ്പീക്കറിലിടാവോ? പറ ജാക്കി. അശോകേട്ടാ, സുബി എന്തെടുക്കുക? ഞങ്ങൾക്കൊന്ന് സംസാരിക്കണമായിരുന്നു. അവൾക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ജാക്കി, ഞാനിപ്പോ എന്റെ വീട്ടിലാ ഉള്ളത്. റാമിന്റെ വീട്ടിൽ എത്തിയാലുടനെ ഞാൻ നിങ്ങളെ വിളിച്ചോളാം, അതുപോലെ. ശരി ചേട്ടാ, സുബി കാരണം ഞങ്ങളിപ്പോ സുഖമായിട്ടാ ജീവിക്കുന്നേ. നിങ്ങൾ സുബിയെ നന്നായിട്ട് നോക്കണേ. അതെ ചേട്ടാ, സുബി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഞാൻ എപ്പോഴും അവളോട് വഴക്കുണ്ടാക്കുമായിരുന്നു. പക്ഷെ ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇത് അവളോടൊന്ന് പറയുമോ ഏട്ടാ? നിങ്ങൾ ആരും പേടിക്കണ്ട, ഞങ്ങൾ സുബിയെ നന്നായിട്ട് നോക്കിക്കോളാം. ഇതൊക്കെ ഞാൻ സുബിയോട് പറയാം. ഓക്കെ ഓക്കെ ഏട്ടാ, താങ്ക്സ്. ഗുഡ് നൈറ്റ്. ഗ്രാൻഡ് എവിടെ? അത് മുത്തശ്ശൻ ആണോ? എങ്ങോട്ടാ പോയെന്നറിയില്ല. ശരി, വാ നമുക്ക് നോക്കാം. കീ എടുക്ക്, വാടാ. ദാ. കഴിക്ക്, ഇതെല്ലാം നിനക്കാ. സുബി, നീ അത് കഴിക്കാൻ പാടില്ല. നീ അത് കഴിച്ചു കഴിഞ്ഞാ നീ ഞാനല്ലെന്ന് മനസ്സിലാവും എല്ലാവർക്കും. നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞു തരണം ഞാൻ സ്വീറ്റ്സ് കഴിക്കാറില്ല എന്ന്? അതൊന്ന് മനസ്സിലാക്ക സുബി. അവിടെ നീ ആരെയാ നോക്കുന്നേ? ആരുമില്ല. എന്നെ ആരും കാണില്ല എന്ന് കരുതി നീയും എന്നെ കാണാതിരിക്കുവാണോ? സില്ലി ഗേൾ. നിനക്കെന്നെ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാനും പറ്റുന്നുണ്ട്. ഞാനൊന്നും കാണുന്നുമില്ല, ഞാനൊന്നും കേൾക്കുന്നുമില്ല. എന്താ പറഞ്ഞ?
ഞാൻ ഈ ഐസ്ക്രീമും ചോക്ലേറ്റും അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞതാ. ആണോ? മോള് കഴിച്ചോ? അതെന്താ എല്ലാരും എന്നോട് അത് കഴിക്കരുത് ഇത് കഴിക്കരുതെന്ന് പറയുന്നേ? നിനക്കറിയില്ല അതെന്തുകൊണ്ടാണെന്ന്? നിനക്ക് ഡയബറ്റീസ് ഉള്ളതല്ലേ, അതുകൊണ്ട്. ഡയബറ്റീസോ? അതെ. സിഹി ഇവിടെ കളിച്ചോണ്ടിരുന്നതാണല്ലോ റാം. അവളിപ്പോ എങ്ങോട്ടാ പോയത്? ഇവിടെ എവിടെയെങ്കിലും കാണാം സീത. ഇപ്പൊ അവള് ഞാൻ പറയുന്ന ഒന്നും കേൾക്കാറിയില്ല. ഒറ്റയ്ക്കൊക്കെ എങ്ങോട്ടെങ്കിലും അങ്ങ് പോവാ. നീ വെറുതെ ടെൻഷൻ ആവണ്ട. അവൾ അനിയുടെ കൂടെ താഴെ കളിക്കുന്നുണ്ടാവും. ഞാനിപ്പോ വിളിച്ചിട്ട് വരാം. നിക്ക്, ഞാനും വരുന്നുണ്ട്. സിഹി, നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാ നീ എന്നോട് പറയോ? പറയാലോ. സുബി, അവരോടൊന്നും പറയണ്ട. നിന്റെ പേരെന്താ? എന്റെ പേര്